ഞാൻ സംസാരിക്കും അവളോട്, അല്ലാതെ ഇത് ശരിയാവില്ല. ആ ഇനി സംസാരിച്ച് വിഷയം വഷളാക്കി അവൾ അവന്മാരിൽ ആരുടെയും കൂടെ ഇറങ്ങിപ്പോയാലോ? അതിപ്പോ ആണെങ്കിലും ഒക്കെ ഇറങ്ങിപ്പോവല്ലോ. ആ നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കല്ലേ. അവൾക്ക് നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് അവളെ നോക്കറിയാം. അയ്യോ, ഞങ്ങൾ ഇൻസ്പെക്ഷനൊന്നും വന്നല്ല കേട്ടോ. ഈ വഴി പോയ നീ എന്തിനാടാ കള്ളം പറയുന്നേ? ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നതാ. എന്റെ അമ്മയാ. ഓ വാ, കയറിയിരിക്കെ. ഇവിടുത്തെ മൂത്ത കൊച്ചിനെ കണ്ടപ്പോ ഇവനൊരിഷ്ടം. എന്നാ പിന്നെ നേരിട്ട് വന്ന് പറയാന്ന് കരുതി. എനിക്കിവൻ ആകെ ഒരാളെ ഉള്ളേ. ഹായ്, ശ്രീശങ്കർ. എനിക്കന്ന് ആളെ ആദ്യമായിട്ട് ഇവിടെ വെച്ച് കണ്ടപ്പോൾ തന്നെ ഒരു ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയില്ലേ. അയ്യോ, മീരയുടെ കല്യാണം ഉറപ്പിച്ചു. ആദ്യമായിട്ടാ ഇവനൊരു പെങ്കൊച്ചിന്റെ കാര്യം എന്നോട് പറഞ്ഞ്. അന്വേഷിച്ചപ്പോ ഇവിടുത്തെ മോളെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായം. അതാ ഞാൻ തന്നെ നേരിട്ട് വന്നേ. ഇങ്ങനെ ഒരു ആലോചന വന്നില്ലായിരുന്നെങ്കിൽ. ഓ അത് സാരമില്ല. ഇത്രയും നല്ല മോളെ കെട്ടാനുള്ള പുണ്യൊന്നും ഇവൻ ചെയ്ത് കാണില്ല. ഇങ്ങനെ വിളിക്കുന്നോണ്ടൊന്നും തോന്നരുത്. രണ്ടുപേരും കല്യാണത്തിന് വരണം. എന്തായാലും ഞങ്ങൾ വരും. ഇവിടെ വരെ വന്നിട്ട് മോളെ ഒന്ന് നേരിട്ട് കാണാൻ പോലും പറ്റിയില്ലല്ലോ. അല്ല, മോളിവിടെ ഇല്ലേ? അവൾക്ക് ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. വിഷ്ണുവേട്ടാ, നമ്മുടെ റിലേഷൻഷിപ്പ് വീട്ടിലെ ഏട്ടൻ അറിഞ്ഞു വിഷ്ണുവേട്ടാ? എടാ, വീട്ടിൽ സമ്മതിക്കാത്ത ഞാൻ എന്ത് ചെയ്യാനാ? എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ശ്രമിച്ചു നോക്കി. മനുവേട്ടൻ അങ്ങേർക്ക് ദേഷ്യം വന്നാൽ മുന്നും പിന്നും നോക്കാത്ത ഒരാളാ. വിഷ്ണുവേട്ടൻ കണ്ട കൈയും കാലം തല്ലിയൊടിക്കുന്ന എന്നോട് പറഞ്ഞേക്കുന്നത്. എന്റെ വിഷ്ണുവേട്ടൻ എന്തെങ്കിലും പറ്റി എന്നെ കൂടി സഹിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? വേറൊരു മതത്തിലുള്ള ഒരാള് കല്യാണം കഴിക്കാൻ അവർ സമ്മതിക്കില്ല. അവർ ഭയങ്കര കൺസർവേറ്റീവാ. വിഷ്ണുവേട്ടൻ എന്നെക്കാളും നല്ല പെണ്ണിനെ കിട്ടും. അത് കിട്ടുമായിരിക്കും. പക്ഷെ മീരയ്ക്ക് എന്നേക്കാൾ നല്ല ചെക്കനെ കിട്ടൂ? ഒരിക്കലുമില്ല. ഇപ്പൊ എനിക്ക് നിനക്ക് ഒരു വാക്ക് മാത്രമേ തരാൻ കഴിയൂ. വേറൊരു ജന്മം ഉണ്ടെങ്കിൽ ഞാൻ നിന്റെ മാത്രമായിരിക്കും. ഏത് ജന്മം? എനിക്കങ്ങനെ ഒരുപാട് ജന്മങ്ങളിലൊന്നും വിശ്വാസം എനിക്കുണ്ടേട്ടാ. തിരിഞ്ഞു നോക്കില്ല ഞാൻ. മനസ്സിലെന്ന് സ്നേഹിക്കുന്ന ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അൻവറിന്റെ മുഖമുണ്ട്. എനിക്കത് മതി. ഇനി അങ്ങോട്ട് സ്വന്തം പെങ്ങളെ പോലെ കാണണം. ചേട്ടൻ കൈയും കാലം തൊല്ലിയോടിക്കുന്നു പറഞ്ഞത് സത്യം പറഞ്ഞാണോ? എനിക്കും തോന്നി. അപ്പൊ തനിക്ക് വിഷമാവൂല്ലേ? നിന്റെ കല്യാണം ഉറപ്പിച്ചല്ലേ? ഞാൻ അറിഞ്ഞു. പ്രേമിച്ചിടന്ന് ഇത്രയും കാലം നിനക്ക് എൻ്റെ ജാതി മതം ഒരു പ്രശ്നമല്ലായിരുന്നു. വലിയ കൊമ്പത്തോടെ തന്നെ കെട്ടുറപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവളെ കോപ്പിലൊരു ഡയലോഗ്, ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ സ്വന്തമായിരിക്കും പോലും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ജന്മത്തിൽ ഒന്നിക്കാം അല്ല മീര? നീ കെട്ടി സുഖമായി ജീവിക്കുന്ന എനിക്കൊന്ന് കാണണം. നമുക്കങ്ങ് മാറിയേക്കാം. ചേട്ടൻ എന്നെ ഓർമ്മയില്ലേ? നമ്മളൊന്ന് കാറി വെച്ച് പരിചയപ്പെട്ടു. ഞാൻ വന്ന കാര്യം ചേട്ടൻ്റെ സിസ്റ്ററിൻ്റെ മാരേജ് ഉറപ്പിച്ചല്ലേ? അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. തിരക്കിലല്ലോ അല്ലേ? അല്ല, ആളുടെ വെഡ്ഡിങ് വീഡിയോഗ്രാഫി എനിക്ക് തരണം. ഡിസ്കോ? ഡിസ്നി. ഡിസ്നി?
വെഡ്ഡിയും വീഡിയോഗ്രാഫി ഞാൻ വേറൊക്കെ കൊടുത്തു. ഓ കൊടുത്തല്ലേ? സാരമില്ല, അതില്ലേലും കല്യാണത്തിന് ഞാൻ വരാം. വരും, വരണമല്ലോ. പടാ. സാറേ, ആ കോൺട്രാക്ടർ എന്ത് ചെയ്യും? ഞാൻ അവിടെ ഉണ്ട് ഇപ്പോൾ. അല്ല, അയാളോട് പറഞ്ഞു ഈ തൂപ്പ് കിട്ടുമ്പോൾ നാട്ടുകാരുടെ അടുത്ത് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. ഇത് നിറച്ചിട്ടില്ല സാറേ, ഇവിടെ എല്ലാം മുട്ടടിക്കാം. ഓക്കെ സാറേ. അല്ല, വർക്കിലാണ്. 10 മിനിറ്റ്, ഒരു സീരിയസ് കാര്യ. അളിയന്റെ ഫ്രണ്ട് കേറിക്കോ, നിങ്ങൾ കൂടെ അറിഞ്ഞിരിക്കേണ്ട കാര്യ. വാ. ഞാൻ വരാം. വരാം. 2 കോഫി, 1 മസാല ദോശ. അല്ലല്ല, 3 കോഫി, 3 മസാല ദോശ. വട വെക്കണോ? പിന്നെ വട അല്ലേ? അളിയനെന്താ പെട്ടെന്നൊരു മിന്നൽ സന്ദർശനം? അച്ഛൻ നന്നു വിട്ടതാ കറിവത്തി കൊടുക്കാനായിട്ട്. പിന്നെ ഇത് മാത്രമല്ല, വേറൊരു പ്രത്യേക കാര്യം കൂടെ സംസാരിക്കാനുണ്ട്. എന്താ? കല്യാണത്തിന് ഇനി കുറച്ച് ദിവസം കൂടെയല്ലേ ബാക്കിയുള്ളൂ. രാത്രി ഫോൺ വിളിച്ച് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാന്ന് പറഞ്ഞപ്പം അളിയന്റെ പെങ്ങളെന്താ പറഞ്ഞെന്നറിയാവോ? എന്ത് പറഞ്ഞു? രാത്രി 10 മണിക്ക് ശേഷമുള്ള ഒരു ഫോൺ വിളികൾക്കും അവളില്ലെന്ന്. എന്റെ പൊന്നളിയ, എന്താളിയ? ഇത്ര അടക്കം ഒതുക്കുള്ള ഒരു പെൺകുട്ടി ഞാൻ എന്റെ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ല. ആബ്സല്യൂട്ട്ലി ഹോംലി ആൻഡ് അരിസ്റ്റോക്രാറ്റിക്. ഇതുപോലൊരു പെൺകുട്ടിയാണ് ഞാൻ ഇതുവരെ കാത്തിരുന്നത്. ഞങ്ങളുടെ ഭാഗ്യം. എന്നാ അളിയ മടക്കി. താങ്ക്സ്. സത്യത്തില് മീരയുടെ ഈ ഒരു സ്വഭാവത്തിന് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അവളെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ കാരണഭൂതനായ അളിയനാണ്. എന്ത് കരുതലായി മനുഷ്യന്. കൊടുകയളിയ ഷേക്ക് ഹാൻഡ്. ഓൺലി റെസ്പെക്ട്. മനസ്സിലായി. കഴിക്കും. ഓ, ഇത് കഴിഞ്ഞില്ലേ? അയ്യോ, ഞാൻ തിന്നുമല്ല. അതെ, നമ്മുടെ കാറ്ററിംഗുകാരെ വിളിച്ചായിരുന്നു. അവരൊരു 5 മണിയാകുമ്പോഴേക്കും ഫുഡായിട്ട് എത്തും. നീ എന്തിനാ ഈ ടെൻഷൻ അടിച്ച് നിൽക്കുന്നേ? കാര്യങ്ങൾ ഇവിടെ വരായില്ലേ? മീരവിടെ? അവള് ബ്യൂട്ടി പാർലറിലേക്ക് പോയേക്കാം. ആ, അത് പറഞ്ഞപ്പോഴാ നമ്മുടെ കുമ്പഴ വടക്കേൽ ഉണ്ണിത്താൻ ചേട്ടന്റെ മോളിൽ ലീലാമണി ഇതുപോലെ കല്യാണത്തലേന്ന് രാത്രി ബ്യൂട്ടി പാർലറിലേക്കാന്ന് പറഞ്ഞൊരു പോക്ക് പോയതാ. പിന്നെ 4 മാസം കഴിഞ്ഞപ്പോ ഇൻസ്റ്റാൾമെന്റ് നച്ചിട്ട് അവിടുന്ന് പൊക്കിയത്. മനോജിനെ അറിയാം, മനോജിന്റെ ലൈനായിരുന്നു. നടന്ന കാര്യമൊന്നും പറയണ്ട. നാട്ടിലെ പല വെങ്കൊച്ചുങ്ങൾ അങ്ങനെ പോവായിരിക്കും. നമ്മുടെ മീരക്കൊച്ച് അങ്ങനെ പോത്തിരുന്ന് ഉറപ്പല്ലേ? ആ, ഉറപ്പല്ലേ? ഉറപ്പല്ല. നീ അത് നോക്കിക്കേ, എന്തോ ഒരു വശപശക്കില്ലേ, ആരെയോ കാത്തു നിൽക്കും പോലെ. നീ ടെൻഷൻ അടിക്കല്ലേ, അവൾ ഇറങ്ങി വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാ. ആ, അവള് വന്ന്. എന്താ പ്രശ്നം? അവര് അതിനവർക്ക് നമ്മളറിയില്ലോ. അത് ശരിയാണല്ലോ. ഇനി എഴുന്നേക്കാവോ? ആ, പിന്നെ എഴുന്നേക്കാതെ. മീര നിങ്ങളെന്താ ഇവിടെ? പറഞ്ഞോ? എന്നെ പിക്ക് ചെയ്യാൻ വന്നാണോ? ഞാനിങ് വന്നേനല്ലോ. വേണ്ട, പോവാം, കേറ്. അയ്യോ, എനിക്ക് 1-2 ഷോപ്പിംഗ് കൂടെ ഉണ്ട്. ഞങ്ങളും വരാം. അല്ല, നിങ്ങളുടെ സമയം വൈകും. സാരല്ല, ഞങ്ങൾ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. ഞാൻ എന്നാ ശരി. ജോസേ, ദേ അവൻ, മറ്റവൻ അൻവർ ഷെരീഫ്. അന്നൂറോ? ആ ചെക്കന്റെ കൂട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട്. ആ ചെക്കനും ഉണ്ട്. കല്യാണം അലമ്പാക്കാനുള്ള പരിപാടിയാണ് പിടിച്ച് പൊട്ടിച്ചാലോ? എന്നിട്ട് നാട്ടുകാർ മുഴുവൻ അറിയിക്കും. ദേ പഠിക്കാൻ കൊണ്ട് കലോട്ടയ്ക്കരുത് കേട്ടോ, പറഞ്ഞേക്കാം.
അല്ല ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത്? അന്നറില്ലേ, ഞാൻ ജോസ് പീറ്റർ, മനുവിൻ്റെ സുഹൃത്താ. പിന്നെ കൊളീഗ് എന്നൊക്കെ പറയും. ഒന്ന് വരുമോ? ഒരു കാര്യം സംസാരിക്കാനാ. വരൂ. ആ അപ്പോൾ എങ്ങനെയാന്ന് പറ, ഒന്ന് ഒഴിക്കട്ടെ. എന്തിനാ? അനിയാ, നീ ഇവിടെ വന്ന എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവളാങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് ഒന്ന് കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇതാ, നിങ്ങളെ ഘട്ടം വരുന്നുണ്ടേ. അളിയ കട്ടച്ചായ മാത്രമേ ഉള്ളൂ. അല്ല 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 കുറേ കൊല്ലങ്ങൾക്ക് മുന്നേ ഇതുപോലൊരു കല്യാണ തലേന്ന് ഞാനും ഒരു വീട്ടിൽ കയറി ചെന്നതാ. ഹനുമനെ അറിയോ? ഞാൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടി എൻ്റെ ഇഷ്ടം തള്ളിക്കളഞ്ഞ് വീട്ടുകാർ പറഞ്ഞ് ചെക്കനെ കെട്ടാൻ തയ്യാറായി. അതറിഞ്ഞ് അലമ്പുണ്ടാക്കാൻ തന്നെയാണ് ഞാൻ ചെന്നത്. ഒരു ബലത്തിന് 2 കൂട്ടുകാരും ഉണ്ടായിരുന്നു. ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി നാട്ടുകാരെ അറിയിച്ച് നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം മുടക്കി. പിന്നെ കുറേ കാലം കഴിഞ്ഞ് ആ പെങ്കുച്ചിനെ എനിക്ക് എന്നെ കെട്ടിച്ചു തന്നു. പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല, ഉള്ള സമാധാനം അവിടെ പോയി. ഒരിക്കലും ഉപേക്ഷിച്ചു പോയ സ്നേഹം പിടിച്ചു വാങ്ങാൻ നോക്കിയുണ്ടാവും. ഞങ്ങൾ തമ്മിൽ സ്ഥിരം അടിയായി, വഴക്കായി. സഹിക്കാൻ വയ്യാതെ ഒരു ദിവസം അവളും ഫാനിൽ കേട്ടു തൂങ്ങി. എടാ, നമ്മളെ വേണ്ടാത്തവരെന്തിനാണ് നമുക്ക്? വിട്ടുകളാ, നീ ചെറിയ പ്രായമില്ലേ, ജീവിതം എത്ര ബാക്കി കിടക്കുന്നു. അടി. നിങ്ങൾ പറഞ്ഞ ശരിയാ, നമ്മളെ വേണ്ടാത്തവരെ നമുക്ക് വേണ്ട. ജോസ് ചായൻ്റെ ആദ്യ ഭാര്യ മരിച്ച വിവരം എനിക്കറിയില്ലായിരുന്നു. ഇത്രയും സങ്കടം ഉണ്ടായിട്ടും ജോസ് ചായൻ എന്തെൻ്റെ അടുത്തൊന്നും പറയാറുന്നത്? എൻ്റെ പൊന്നമ്പടി ആര് മരിച്ച്? ഞാൻ ചുമ്മാ അവനെ ഒതുക്കാൻ വേണ്ടി വായിൽ വന്നൊരു കഥ പറഞ്ഞില്ലേ. ഒഴിക്കട്ടെ? ആ ഒഴിക്കേ. എന്തു പറഞ്ഞവൻ പോയാ? എടാ, അവനൊരു പാവം ചെക്കനാ. ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു പ്രശ്നത്തിനും വരത്തില്ല. നീ അകത്തേല് അന്വേഷിച്ചു. വിട്ടോ വിട്ടോ വിട്ടോ. ഒരെണ്ണം അടിച്ചിട്ട് പോട്ടെ. വേണ്ട. ഹലോ, ആ മഹേഷ് ഏട്ടാ. ആ, എനിക്ക് മനസ്സിലായി. അമ്മയുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ. ചേട്ടൻ കാത്തിരിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഫോൺ വയ്ക്ക്, ഇറങ്ങാൻ സമയമായി. ആ അമ്മേ, ഒരു സെക്കൻഡ്. ജോർജ് ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നടന്നു. ലാസ്റ്റ് മിനിറ്റില്ലേ, എന്താ ചെയ്യാ, പറ്റില്ല. അവിടെ ബസ്സെല്ലാം റെഡി ആയിട്ടുണ്ടേ. ഇറങ്ങണ്ടേ? സ്വീകരണം കുറച്ച് നേരത്തെ ആക്കണം. ഞാൻ വഞ്ചിപ്പാട്ടുകാരൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ ഇറങ്ങിയോ? നിങ്ങൾ ഇറങ്ങിയോ? മാളു എവിടെ? മാളു, നീ അവരുടെ കൂടെ കയറിക്കോ. അല്ല ചേച്ചിക്ക് വന്നോളൂ, നീ പൊക്കെ. ഇന്നിപ്പോ എന്താ പറയണ, ഞാൻ ഇവിടെ ഇറങ്ങി വരണം എന്നാണോ? മീര ഫോൺ വെക്കേ. ഒരു മിനിറ്റ്. എന്താ ചെയ്യുന്നത് നീ? എന്താ നീ എന്താ പൊട്ടം കളിക്കാണോ? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നാണോ നിന്റെ വിചാരം? നിനക്ക് ഏതൊരു ഡിസ്നീനെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അമ്മേനെ കൂട്ടി കല്യാണം ഉറപ്പിക്കാൻ പോയവനാണ് ഞാൻ. ഈ അൻവർ ആരാന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. നിന്റെ ലിസ്റ്റിൽ അങ്ങനെ കുറെ പേരുണ്ടെന്ന് അറിയാം. അതിൽ ഏതെങ്കിലും ഒരുത്തനെ വിളിച്ചിട്ട് വന്നിരുന്നെങ്കിൽ ഞാൻ ഈ കല്യാണം നടത്തി തന്നേനെ. അതൊന്നുമല്ലോ നിന്റെ ഉദ്ദേശം. ഇന്ന് ഈ കല്യാണ ദിവസം ഈ കോലത്തിൽ നീ ഫോണും പിടിച്ച് നിൽക്കുന്ന കാണുമ്പോഴേ നീ എന്താ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. ഒപ്പം വളർന്ന പെങ്ങളെ എനിക്ക് മനസ്സിലാവുന്നില്ല.
ഇന്നത്തെ ദിവസം നിന്നോട് ഇങ്ങനെ മിണ്ടേണ്ടി വന്നത്. ഇതെന്റെ അവസ്ഥയാണ്. അച്ഛൻ്റെ ഫോട്ടോ പോയി ദക്ഷിണ വയ്ക്കുക. കല്യാണത്തിന് ഞാൻ വരാം. വരണമല്ലോ. അൻവർ അവിടെ അല്ല, ഇവിടെ ഇവിടെ ഇവിടെ. പക്ഷെ വിട്ടുകളയില്ല. അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. എന്നെ വെറും ഒരു ഊളയാക്കിയിട്ട് അങ്ങനെ എളുപ്പത്തിൽ അവളങ്ങ് പോയാലേ മുമ്പേ പറഞ്ഞ പോലെ ബാക്കി കിടക്കുന്ന ജീവിതത്തിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. അപ്പം നാളെ കാണാം. കർത്താവ് പടക്കുകളിടത്ത് പണം നട്ട് വെച്ചിരിക്കണല്ലോ. അതെ, അവരങ്ങനെ ഇരുത്തരുത്. ഡിസ്നിയുടെ കാര്യം അൻവറിന്റെ കാര്യം ഡിസ്നിക്ക് അറിഞ്ഞൂടാ. നീ അവരുടെ ഇടയിൽ ഒരുത്തനെ കൊണ്ടുവന്ന് ഇരുത്തണം. അവരെ ഒന്ന് സംസാരിക്കരുത്, അത് പ്രശ്നം. ആ ലേറ്റ് ആയല്ലോ. വാ വാ വാ. ആ വാ. ആ ചേച്ചി അവിടെ ഇരുന്നു. ആ അവിടെ കാലൊന്ന് മാറ്റോ, കാല് മാറ്റോ. നടക്കാനിരിക്കണേ. ആ അവിടെ ഇരുന്നോ, അനങ്ങരുതേ. എടാ, നിനക്ക് വേറെ ആരെയും കിട്ടിയില്ല? അന്ന് ആലോചനയായിട്ട് വന്നില്ലേ ആ ബാങ്കിലെ ശ്രീശങ്കരാണ്.
വെച്ചായിരുന്നു. മോൻ ചെക്കൻ്റെ കൂട്ടരോ പെണ്ണിൻ്റെ കൂട്ടരോ? ഒരു ഇറ്റലിക്കാരന്റെ ആലോചന ഉണ്ടായി. സിനിമാ നടൻ അനൂപ് മേനോന്റെ ബ്രദർ ഇൻ ലോന്റെ. ജനാർദ്ദൻ നായരെ, അതെ, നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട പയ്യനെ കൂടെ തന്നെ മതി. ചേട്ടാ, എന്റെ കുടുംബത്തിൽ അങ്ങനെ ഒരു പയ്യൻ ആരാ? എന്താ? ഒന്നുമില്ല. വന്ന് നിക്ക്. അവനവിടെ ചേട്ടനോട് പറഞ്ഞിട്ടോ. ആ പാത്രം കൊണ്ട് അങ്ങോട്ട് വെച്ചേ. പോ 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 പോ. ചേട്ടാ, ചേട്ടൻ എന്നോട് ഒരിക്കലും മിണ്ടൂല. What a family. ബ്രദറുമായിട്ട് ഭയങ്കര ബോണ്ടാണല്ലേ തോന്നി? അടാ, ഒരു പണിയാ, ഞാനിപ്പോ പപ്പടം കഴിച്ചോളാം. ജോസേട്ടാ, ഒന്നീ അത് കണ്ടോ? ആ ഇരിക്കുന്ന ബിജിക്കുട്ടനും ഇവിടുത്തെ മീരക്കൊച്ചും തമ്മിലേ കഴിഞ്ഞ 4 വർഷമായിട്ട് പ്രേമത്തിലായിരുന്നു. അമ്മേ, ദേ ചേട്ടൻ ഇവിടെ ഉണ്ട്.
അയ്യേ ദേ ചേട്ടൻ കരയുന്നു. എൻ്റെ ചേട്ടാ, ചേട്ടൻ എത്ര പാവമായി പോയല്ലോ. ചേച്ചി പോയപ്പോൾ എനിക്ക് ശരിക്കും സങ്കടം വരുന്നുണ്ട്. സത്യത്തിൽ ഇപ്പോഴാ നമ്മുടെ കുടുംബത്തിന്റെ ബോണ്ടിങ് എനിക്ക് മനസ്സിലായത്. ഇനി നോക്കിക്കോ, ചേച്ചിയായിരിക്കും എൻ്റെ റോൾ മോഡൽ. പാല് മീര, ഇന്നു മുതൽ നമ്മൾ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ പോകുകയല്ലേ. അപ്പോ നമ്മൾ തമ്മിൽ ഇനി രഹസ്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് എനിക്ക് മീരയോട് കുറച്ച് കുറ്റസമ്മതങ്ങൾ നടത്താനുണ്ട്.